ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോബിയാണ് ട്രക്ക് ലോബി എന്ന് പറയും. കാരണം ഈ ട്രക്ക് ലോബികൾ അത്രയും വലിയൊരു ബിസിനസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ 26 വണ്ടിയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വലിയ വലിയ വണ്ടികളുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. ഇപ്പം നാളെ ഇപ്പം റെയിൽവേ ഒക്കെ ഈ ചരക്ക് ഗതാഗതം വളരെ സുഗമമാക്കാൻ വേണ്ടി പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണല്ലോ. നമ്മുടെ വിലക്കയറ്റത്തിന് വലിയൊരു ബാധകമാകുന്നൊരു ഫാക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി റെയിൽവേയിൽ ട്രെയിനിൽ ചരക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഒരു ലോഡ് ആപ്പിൾ ട്രക്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ട്രെയിനിൽ കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? റോഡിലെ തിരക്ക് കുറയ്ക്കാം, കോസ്റ്റ് കുറയും. അത് കാശ്മീരിൽ നിന്ന് ട്രക്കിൽ കയറ്റി ട്രെയിനിൽ കയറ്റുന്നു, ഇവിടെ വന്ന് ട്രെയിനിൽ ഇറക്കി ട്രക്കിൽ കയറ്റുന്നു. ഈ ട്രക്ക് അത്രയും ദൂരം ഓടി വരണ്ട. അപ്പോൾ ഒത്തിരി ഉപകാരമുണ്ട്. പക്ഷേ ഈ ലോബിയാണ് ഇത് പറഞ്ഞത് സമ്മതിക്കാത്തതെന്ന് പറയുന്നു. ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും വലിയ ലോബിയും ഇത്രയും വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും മുതലാളിമാരായിട്ടിരിക്കെ എന്തുകൊണ്ട് സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ചൂഷണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല? കാരണം ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ലോറിക്കാരാണ്, ഏറ്റവും കൂടുതൽ ടോള് കൊടുക്കുന്നത് ലോറിക്കാരാണ്, ഏറ്റവും കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നത് ലോറിക്കാരാണ്. ഈ ടാക്സും ടോളും കൈക്കൂലിയും എല്ലാം ഈ പ്രോഡക്റ്റ് എൻ്റെ സ്ഥലത്തെത്തുമ്പോഴത്തേക്കിനും ആ ഒരു എൻഡ് യൂസറുടെ കയ്യിലെത്തുമ്പം ആ കോസ്റ്റ് ഇതെല്ലാം വരുന്നില്ലേ? നമ്മൾ വാങ്ങിക്കുന്ന 1 കിലോ തക്കാളിക്ക് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ അവിടെ നിന്ന് ട്രക്കിൽ കയറി ഇവിടെ വരുന്ന കോസ്റ്റും ടോളിൻ്റെ കോസ്റ്റും കൈക്കൂലിയുടെ കോസ്റ്റും കൂടെ വരുന്നില്ലേ? പിന്നെ തീർച്ചയായും വരും. അതുപോലെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം ടോളിലേക്ക് വരാം. എന്തുകൊണ്ട് ആർക്കും ഈ ഒരു കാര്യം മുന്നിട്ടിറങ്ങാൻ പറ്റുന്നില്ല? അതിലൊന്നും വന്ന വെച്ചാൽ അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ വണ്ടിയും കേരളത്തിൽ നിന്ന് ഓടുന്ന വണ്ടികളും കൂടുതലൊക്കെ ലീഗലായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓവർലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇടയിൽ കുറച്ച് ഇതിനകത്ത് കുറേ വണ്ടികളൊക്കെ ഇപ്പോൾ ടിപ്പർ ഓടുന്നു. ടിപ്പർ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി എവിടെ ഓടിക്കുന്നതും ഓവർലോഡാണ്. അപ്പം ടിപ്പറുകാർക്ക് അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊന്നും ഇതിന് വേണ്ടിയിട്ട് നിൽക്കത്തില്ല. പിന്നെ ശരിക്കും ബാക്കി ഓൾ ഇന്ത്യ പെർമിറ്റ് ഓടുന്ന ഒരു വണ്ടിയും ഓവർലോഡൊന്നും ഓടുന്ന വണ്ടികൾ വളരെ കുറേ. ഓവർലോഡൊന്നും ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെ അതിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 വീൽ വണ്ടിയിൽ 21 ടണ്ണായിരുന്നു പണ്ട് പെർമിറ്റ്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ 25 ടൺ അതിൽ കയറ്റാം. അതുപോലെ കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം മാറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും വണ്ടിക്കാർക്ക് ശരിക്കും ഗുണമൊന്നുമില്ല. ഈ ലോഡ് അയക്കുന്നവർക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 16 വീൽ 35 ടണ്ണ് വണ്ടി അങ്ങനെ ഓരോ വണ്ടികൾ വരുന്ന അനുസരിച്ച് ഇപ്പം ഒരു 6 വീൽ 10 ടണ്ണ് വണ്ടിയുടെ വാടകയും 35 ടണ്ണിൻ്റെ വാടകയും നോക്കിയാൽ 10 ടണ്ണ് വണ്ടിക്കായിരിക്കും വാടക കൂടുതൽ. ടണ്ണേജ് കൂടുതൽ വരുന്നതനുസരിച്ച് വാടക കുറഞ്ഞു വരും. അങ്ങനെ അതങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് 35 ടണ്ണുള്ള ലോഡുകൾ കുറവായിരിക്കും. അപ്പം വണ്ടികൾ കൂടുതൽ വരുമ്പം ഇതിനെന്താ വെച്ചാൽ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് വാടക. ലോറിക്കല്ല ഒരു ഫിക്സ് വാടകയല്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 10 ലോഡ് പോകാനുണ്ടെന്ന് വെച്ചോ, വണ്ടി ഒരു 20 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഈ പാർട്ടി പറയുന്ന വാടക മനസ്സിലായോ? ഇത് നേരെ തിരിച്ച് 20 ലോഡ് പോകാനുണ്ട്, 10 വണ്ടിയേ ഉള്ളൂ, വണ്ടിക്കാർ പറയുന്ന വാടക. അപ്പോൾ ഇന്നലെ 50,000 രൂപയ്ക്ക് കയറി ഒരു ലോഡ്. അപ്പോൾ ഇന്നലെ 50,000 രൂപയായിരുന്നു വാടക എന്ന് വെച്ചു. അപ്പോൾ ഇന്നിപ്പം ലോഡ് കുറവാണ്, വണ്ടി കൂടുതലുണ്ട്, ചിലപ്പോൾ അത് 45,000 ആവും. നാളെ ലോഡ് കൂടുതൽ പോകാനുണ്ട്, പക്ഷേ വണ്ടി കുറവാണ്. അപ്പോൾ 50,000 കയറിയാണെങ്കിൽ ചിലപ്പോൾ 55 ആയിരിക്കും, അല്ല 51 52 ആവും. പക്ഷേ നിങ്ങൾക്കൊരു മിനിമം ചാർജസ് ഇല്ലേ? ഇല്ല, അങ്ങനെ ഒന്നും പരിപാടിയില്ല. അതങ്ങനെയാണ്. അതായത് ആവശ്യം. ഇപ്പം എനിക്കിവിടുന്ന് മുംബൈ വരെ ഒരു ലോഡ് എന്താ പറയുക പറഞ്ഞാൽ 10 ടൺ സാധനം കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു ട്രക്ക് ബുക്ക് ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും വണ്ടിയുള്ളവരുണ്ടായാൽ അവരെ ഡയറക്റ്റ് വിളിച്ച് കയറ്റാം. ഇനി അതല്ലെങ്കിൽ ലോറി ഏജൻറ്റുമാരുണ്ട്. ലോറി ഏജൻറ്റുമാർ എന്ന് പറഞ്ഞാൽ ലോറി ഓഫീസ്. അപ്പോൾ ഈ ലോറി ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനൊരു ഇവിടെയുള്ള എറണാകുളത്ത് ഒരു ലോറി ഓഫീസ് നടത്തുന്ന ആളാണ്. എനിക്കൊരു ഓഫീസ് ഉണ്ടാവും, അവിടെ കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പം വെളിയിൽ നിന്ന് വരുന്ന വണ്ടികളും നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള വണ്ടിയും പരിചയമുള്ള ആൾക്കാരുടെ വണ്ടികൾ ഇവിടെ കൊണ്ടുപോയിടും. അപ്പം ഇതുപോലെ നിങ്ങളപ്പോൾ ലോഡ് അയക്കേണ്ട ആൾ അങ്ങോട്ട് വിളിക്കുന്നു, വണ്ടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാളുടെ ഇതിൽ വാടക പറഞ്ഞ് വണ്ടി വിടുന്നു. അപ്പോൾ ഈ ലോറിക്കാരൻ അവിടെ ഒരു കമ്മീഷൻ കൊടുക്കണം. ലോഡ് അയക്കുന്ന ആളൊന്നും കൊടുക്കണ്ട, ലോറിക്കാരൻ അതിന് ഓരോ സ്ഥലത്തേക്ക് അനുസരിച്ച് ഒരു കമ്മീഷൻ. ഇപ്പോൾ ബോംബെക്കൊക്കെയാണ് ഒരു 1000 രൂപയോ ഒക്കെ കമ്മീഷനാണ് അയാൾക്ക്. പിന്നെ അപ്പോൾ ആ ആൾ വണ്ടി വിടുന്നു. അപ്പം ഈ ലോഡ് അയക്കുന്ന പാർട്ടിയും ലോറിക്കാരനുമായിട്ട് ബന്ധമില്ല, ഈ ഏജൻറ്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഓക്കെ. അപ്പം ബുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ ലോഡ് അയക്കുന്ന ആളും വണ്ടിക്കാരനുമായിട്ട് ബന്ധമില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ ലോറി ഏജൻ്റാണ്
ഈ രണ്ട് പേരുടെ ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരാൾ. ഓക്കെ. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ പരിചയമില്ലാത്ത ഒരാളുടെ ലോഡ് കയറ്റിക്കൊണ്ട് പോകുന്നു, അവിടെ ചെന്ന് വാടക കിട്ടാതെ വരുമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ ലോറി ഏജൻറ്റ് അതിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു മീഡിയേറ്ററായിട്ടാണ് ഈ ലോറി ഏജൻറ്റ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ലോഡ് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള വണ്ടിക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വേണേലും അയക്കാം. നിങ്ങൾക്ക് ഈ ആപ്പുകളൊക്കെ ഇല്ലേ? ആപ്പുകളൊന്നും അത്രയും ആയിട്ടില്ല. ഒരുപാട് ആപ്പുണ്ട്, ലോറി ബുക്കിംഗ് ആപ്പുകളുണ്ട്, പക്ഷെ അത്രയും ഒരു ഇതായിട്ടില്ല ഇപ്പം. ഓക്കെ. ലോറി ആപ്പിൽ ബുക്ക് ചെയ്ത് വേണേലും എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ലോഡുമായിട്ട് കാശ്മീർ പോകുന്നു, നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ അവിടെ നിന്ന് എങ്ങനെയാണ് ലോഡ് കിട്ടുക? നിങ്ങൾ ഇതേപോലെ ഏജന്റുകളുടെ അടുത്ത് അവിടെ ഏജന്റ് ഉണ്ട്, ലോറി ഏജന്റ് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ പോകാത്തൊരു വഴിയാന്ന് വെച്ചു, നമുക്ക് ആ ഭാഗമായിട്ട് ഒരു പരിചയമില്ല. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ചെന്നിട്ട് അവിടെ ലോക്കൽ ലോറി ഓഫീസിൽ ചോദിക്കാം. പക്ഷേ അങ്ങനെ ഒരു ലോറി ഓഫീസിൽ പരിചയമില്ലാതെ ചെന്നാൽ ലോഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാ വെച്ചാൽ അവിടുന്ന് ഇത് വിലപിടിപ്പുള്ള സാധനമാണല്ലോ കയറ്റിവിടുന്ന പല സാധനങ്ങളും. അപ്പോൾ അത് വണ്ടിയെ അറിയത്തില്ലാത്ത ഒരു വണ്ടിക്കാരന് അവിടുത്തെ ലോറി ഏജൻറ്റ് ലോഡ് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഡെലിവറി കൊടുക്കാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്ത പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഏതെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ഏതെങ്കിലും വണ്ടിക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ലോഡ് എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അങ്ങനെ ചെന്ന് പരിചയപ്പെട്ട് ഒരു പ്രാവശ്യം ചെന്നെങ്കിൽ പിന്നെ വീണ്ടും ചെല്ലുമ്പോൾ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ഒരു പരിചയമാവുമല്ലോ. അങ്ങനെയാണ്. ഭയങ്കര സംഭവമല്ലേ. എനിക്കിപ്പോൾ ഇപ്പം നമുക്ക് ടാക്സി ബുക്കിംഗ് ആപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബുക്കിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോറി ബുക്കിംഗ് ആപ്പായിട്ട് പ്രോപ്പറായിട്ട് ഇപ്പോഴും ആയി വരുന്നതേ ഉള്ളൂ. ആപ്പുണ്ട് കുറേ ആയിട്ട്, പക്ഷേ എല്ലാവരും ഒന്ന് ഒരു 10-30% പോലും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ഏജന്റ് വഴിയാണ് നമുക്ക് ഒരു ട്രക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൂടുതലും. അല്ലാതെ ഉള്ള സംഭവങ്ങൾ ഇപ്പോഴും അല്ലാതെ ഡയറക്റ്റ് ഇപ്പം നമുക്ക് നല്ല പരിചയം വഴി പരിചയം വഴി ഇപ്പം നമ്മളെയൊക്കെ ഡയറക്റ്റ് വേണ്ട ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞാൽ സ്ഥിരം പോകുന്ന ലോഡുകളല്ല, അല്ലാതൊക്കെയുള്ള അത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെ കാശ്മീർ പോയി, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലേക്ക് തന്നെ ലോഡ് കിട്ടണ്ടേ? എന്നാലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. അല്ലാതെ മുംബൈ വരെ ലോഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വരുമോ? അല്ല, അല്ലെങ്കിൽ അത്രയും ദിവസം അവിടെ കിടക്കേണ്ടി വരില്ലേ? കേരളത്തിലേക്ക് തന്നെ നമ്മൾ നോക്കും. ഇനി കേരളത്തിലേക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ, ഒന്നെങ്കിൽ കർണാടകയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാടോ എങ്ങോട്ടോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് വരാം. അപ്പം കുറച്ച് ടൈം എടുക്കും. അന്നേരം ഒരു 2-3 ദിവസം കൂടെ ലേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസം അവിടെ കൊണ്ട് ലോഡ് ഇറക്കി കഴിഞ്ഞ് പിന്നെ അടുത്ത അവിടെ നിന്ന് ലോഡ് കയറ്റി അങ്ങനെ വരാനുള്ള ഒരു സമയം എടുക്കും. അടുത്ത ലോഡ് കിട്ടാനൊക്കെ കശ്മീരിൽ നിന്നാണെ പോലും ചിലപ്പം ഇങ്ങോട്ടേക്ക് ചെന്നോടനെ തന്നെ ഒരു ട്രിപ്പ് കിട്ടിയെന്ന് വരില്ലല്ലോ. കിട്ടണമെന്നൊന്നുമില്ല. അത് എവിടെ ചെന്നാലും ചിലപ്പം ഇന്നിപ്പോൾ കൊണ്ട് ലോഡ് ഇറക്കിയെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഹാൾട്ട് ആവും. 2-3 ചിലപ്പോൾ അതിൽ കൂടുതലും 8, 10, 15 ദിവസമൊക്കെ ചില സമയങ്ങളിൽ ലോഡ് കിട്ടാതെ കിടക്കും. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളുടെ വണ്ടി ഓട്ടോ ഇല്ലാതെ കിടക്കും. നിങ്ങളുടെ ഡ്രൈവർ വെറുതെ പൈസ കൊടുക്കണ്ടല്ലേ? ഡ്രൈവർക്ക് അങ്ങനല്ല, പിന്നെ ഓടുന്നതനുസരിച്ചാണ് ഡ്രൈവർക്ക് പേയ്മെന്റ്. ആണോ? അത് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ മാസശമ്പളമാണ്. അതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും ഈ ലോറി വ്യവസായം നല്ലപോലെ പച്ച പിടിക്കാത്ത തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ നല്ലപോലെ പോകാത്തതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർക്ക് പേയ്മെൻറ്റ് കൂടുതലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ. അതെന്ന് വെച്ചാൽ വാടകയുടെ ഇത്ര %, 15%, 16%. അതെ, ശരി. 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 15,000, 16,000 രൂപയൊക്കെ രണ്ട് ഡ്രൈവറുടെ പേയ്മെൻറ്റാണ്. അതേസമയം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം മാസശമ്പളമാണ്. ഓക്കെ. ഇപ്പം നമ്മുടെയൊക്കെ വണ്ടിയിൽ ഒരു മാസം ഇടുന്നവർക്ക് ഒരു 2 ഡ്രൈവർമാരുണ്ടെങ്കിൽ ഒരു 75,000, 80,000 രൂപ ഒരു മാസം കറക്റ്റായിട്ട് വണ്ടി ഓടുവാണെങ്കിൽ സാലറി ഉണ്ടാവും. അതേസമയം അത് ഒരു മഹാരാഷ്ട്ര വണ്ടിയോ അല്ലെങ്കിൽ കർണാടകയിലുള്ള വണ്ടിയോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റുകളിലുള്ള വണ്ടിയിൽ കൂടി വന്നാൽ അതൊരു 30,000 രൂപ, 35,000 രൂപ വരുള്ളൂ.